നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പരിചിതമാണ്. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ പേര് ബിജു ചെറിയാൻ മണലേത്ത്. നമ്മളെ എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡുകൾക്കനുസരിച്ചുള്ള നമ്മുടെ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എന്നും പുതുമയുള്ള വീഡിയോസ് നൽകുന്ന ഞാൻ ഇന്നും മറ്റൊരു പുതുമയുള്ള വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു പുതിയൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ടാവാം, നമുക്ക് വിഷൻ ഉണ്ടാവാം, നമുക്ക് ഭാവിയെപ്പറ്റിയുള്ള സങ്കല്പങ്ങളുണ്ടാവാം. അപ്പോൾ ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ഒരു വിഷൻ ബോർഡാണ്. 5 വർഷത്തേക്കുള്ള എൻ്റെ ഒരു വിഷൻ ബോർഡാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ വിഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ എൻ്റെ വിഷൻ എന്താണ്, ആ വിഷൻ ബോർഡിൽ എന്തൊക്കെയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്, അത് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ്. 2025 മുതൽ 2030 വരെയുള്ള എൻ്റെ വിഷൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് 5 വർഷത്തേക്ക് മുന്നേ കാണുന്നത്, അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ വിഷൻ ബോർഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൈ വിഷൻ ബോർഡ് 2030 ഇൻ സെയിൽസ് എന്നുള്ളതാണ്. മൈ വിഷൻ ബോർഡ് 2030 ഇൻ സെയിൽസ്. മൈ വിഷൻ ബോർഡ് 2030 ഇൻ സെയിൽസ്. അതായത് 2025 മുതൽ 2030 വരെയുള്ള ആ 5 വർഷ കാലഘട്ടത്തിൽ ഞാൻ എന്തായി തീരുന്നു അല്ലെങ്കിൽ ഞാൻ എന്താകുന്നു എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിഷൻ ബോർഡാണ്. അത് വിൽപ്പനയുമായിട്ട്, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു വിഷൻ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് അവതരിപ്പിക്കുവാൻ അല്ലെങ്കിൽ എൻ്റെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുവാനായിട്ടൊരു കാരണമുണ്ട്. അതായത് മൈ വിഷൻ ബോർഡ് 2030 ഇൻ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ എൻ്റെ കാഴ്ചകളെ മുന്നോട്ട് നോക്കി കാണുമ്പോൾ ഇതിനൊരു കാരണമുണ്ട്. അപ്പോൾ എന്ത് കാരണത്താലാണ് ഞാനൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പം പ്രകൃതിയെ നിരീക്ഷിക്കുന്ന, പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ഞാനും വളരെ ക്യൂരിയസ് ആണ്. നമുക്ക് ചുറ്റും എന്തുണ്ടാകുന്നു, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അത് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് അപ്പുറത്തോട്ട് പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നു, പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇതെല്ലാം നമ്മളൊരു വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ, അതായത് നമുക്ക് ഈ പറയുന്ന പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഭൂമിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഭൂമിയുടെ ചലനങ്ങൾക്കനുസരിച്ച് നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഏത് കാരണത്താലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെ ഇതിനുള്ള കാരണങ്ങൾ, അതൊരു ക്യൂരിയോസിറ്റി, ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി ഞാൻ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. പ്രകൃതിയും അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ, അറിവുകളെക്കാട്ടിൽ നമുക്ക് കൂടുതലും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തിരിച്ചറിവുകളാണ്. അറിവുകളിൽ നിന്ന് തിരിച്ചറിവിലേക്കും, ആ തിരിച്ചറിവിൽ നിന്ന് നിറവിലേക്കും നമ്മൾ മാറുകയാണ്. അപ്പം മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തോട്ടാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം
അപ്പോൾ ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോടുകൂടി ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് ഇതിൻ്റെ ചലനങ്ങളെക്കുറിച്ചാണ്, അതിലുള്ള വസ്തുവകളെക്കുറിച്ചാണ്, നമ്മുടെ ഭൂമിയിലുള്ള ആ എക്കോസിസ്റ്റത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതൊക്കെ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ഈ പറയുന്ന പ്രപഞ്ചത്തിലെ പല ശക്തികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണാൻ കഴിയുന്നതിനപ്പുറത്തോട്ടുള്ള ശക്തികളുണ്ട്. അത് കാണുന്നവയുമുണ്ട്, കാണാത്തവയുമുണ്ട്. അപ്പോൾ കാണുന്നവയെക്കാട്ടിൽ പവർഫുള്ളാണ് കാണാത്തവ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന റിയാലിറ്റി എന്ന് പറയാറുണ്ട്. റിയാലിറ്റി നമ്മുടെ മുമ്പിൽ കാണുന്ന, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ സെൻസസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മുടെ 5 സെൻസസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് കാണുവാനോ നമുക്ക് മനസ്സിലാക്കുവാനോ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ 5 സെൻസസ് കൊണ്ട് നമ്മൾ കാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സെൻസസ് കൊണ്ട് നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റു ചില ശക്തികളാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മായ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മായ, ഇല്യൂഷൻ, അതിനെ വെയിലിംഗ് പവർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. മായ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരു മായയാണ്, അല്ലെങ്കിൽ അത് ഇല്യൂഷനാണ്, അതൊരു ആവരണമാണ്, അല്ലെങ്കിൽ മൂടുപടമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് നമ്മുടെ ആദിശങ്കരൻ്റെ കാലഘട്ടത്തും ആദിശങ്കരൻ്റെ കാലഘട്ടത്തിന് മുമ്പേയും വേദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ട് നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും, നമ്മുടെ ഏൻഷ്യൻ്റ് വിസ്ഡം ടെക്സ്റ്റ് എന്ന് പറയും, നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതിനെ പല രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യർ സാധാരണഗതിയിൽ നമ്മുടെ ഈ പറയുന്ന 5 സെൻസസ് ഉണ്ടല്ലോ, നമുക്കതിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഇല്ല എന്ന ബോധ്യത്താലായിരിക്കാം ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് എല്ലാം മായയാണ്, എല്ലാം ഇല്യൂഷനാണെന്നൊക്കെ പറയുമ്പോഴും ആ കോൺസെപ്റ്റിനെ കൃത്യമായിട്ടൊന്ന് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എന്താ നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്? ഇല്യൂഷൻ അല്ലെങ്കിൽ മായ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വെയിലിംഗ് പവർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ശ്വേതശതര ഉപനിഷത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പറയുന്ന ഇല്യൂഷൻ അല്ലെങ്കിൽ മായയെക്കുറിച്ച് പറയുന്ന ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഓഫ് ദ യൂണിവേഴ്സ് ഗവേൺഡ് ബൈ എ ഹയർ പവർ എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഉയർന്ന ശക്തിയായിട്ടാണ് മായ അല്ലെങ്കിൽ ഇല്യൂഷൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ്? വെയിലിംഗ് പവർ ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ ഒരു ശക്തിയാണ് അത്. ഈ പറയുന്ന ശ്വേതശതര ഉപനിഷത്തിൽ പറയുന്ന പോലെ എന്താണ്? ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഓഫ് ദ യൂണിവേഴ്സ് ഗവേൺഡ് ബൈ എ ഹയർ പവർ. ആ പറയുന്ന ഒരു ഹയർ പവറിൻ്റെ അതിൽ നിന്ന് വരുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അതാണ് ആ ഒരു ഉയർന്ന ശക്തിയുടെ ഭാഗമാണ് ഈ പറയുന്ന ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയിൽ ഈ പറയുന്ന മായയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു. ഭഗവത്ഗീതയിൽ ഈ പറയുന്ന മായ അല്ലെ ഇല്യൂഷനെ പറ്റി പറയുന്നത് ദ ഡിവൈൻ പവർ ദാറ്റ് ക്രിയേറ്റ്സ് ആൻഡ് സസ്റ്റെയിൻസ് ദ യൂണിവേഴ്സ്. അപ്പം ഈ പറയുന്ന പ്രാപഞ്ചിക ശക്തി നമ്മളുടെ പ്രപഞ്ചത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു ശക്തിയാണ്. ഇതൊരു പവറാണ്, ഇതൊരു ഇല്യൂഷനാണ്. അതായത് നമ്മൾ സെൻസസ് കൊണ്ടല്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നവ യാഥാർത്ഥ്യമല്ല. നമുക്കിത് പലപ്പോഴും ഒരു അത്ഭുതമായിട്ടോ സംശയമായിട്ടോ തോന്നുന്നത്. അതായത് നമുക്ക് ഈ കാണുന്നതെല്ലാം റിയാലിറ്റി അല്ലേ, നമ്മുടെ കാഴ്ചകൾ കൊണ്ട് കാണുന്നത് നമ്മുടെ റിയാലിറ്റി അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെങ്കിൽ നമ്മളിത് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന പല മാറ്റങ്ങളും, നമ്മുടെ മനുഷ്യരുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ലെ കീറി മുറിച്ച് അതിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വിദ്വേഷങ്ങൾ, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ദാരിദ്ര്യങ്ങൾ, ഈ പറയുന്ന ദാരിദ്ര്യ അവസ്ഥകൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ആളുകൾ തമ്മിലുള്ള വിദ്വേഷങ്ങൾ, ഇതെല്ലാം
ഇതെല്ലാം എന്തിലേക്കാണ് എത്തിച്ചേരുന്നത്? നമ്മുടെ ചില അജ്ഞതകൾ കൊണ്ടാണ്. ഇഗ്നോറൻസ് എന്ന് പറയും. ആ ഇഗ്നോറൻസിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയുടെ ഫലമായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിൽ വെച്ചും ശ്രേഷ്ഠനാണെന്ന് പറയുന്ന മനുഷ്യൻ അജ്ഞനാണെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഈ മായ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇലൂഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇഗ്നോറൻസ് ആണ്, അവിദ്യ. അല്ലെങ്കിൽ എന്താണ്? ഡ്യുവാലിറ്റി. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കുക. നമ്മൾ ഒന്നെന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെതിരായിട്ട് സെപ്പറേറ്റ് ആണ്, ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ ആ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻഡ് മൈൻഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ച് അതിൻ്റെ ഏകദേശം ഒരു 12 വയസ്സ് വരെ ഈ സമൂഹം കൊടുക്കുന്ന ആ അറിവെന്ന് പറയുന്നത് അതിന് എന്താണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട അറിവുകൾക്കപ്പുറത്തോട്ട് ആ സൊസൈറ്റി എന്താണോ കണ്ടീഷൻഡ് ആയിരിക്കുന്നത് അത് തന്നെയാണ് ആ കുട്ടിയിലേക്കും അടിച്ചേൽപ്പിക്കുന്നത്. അപ്പം കണ്ടീഷൻഡ് മൈൻഡിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ കണ്ടീഷൻഡ് മൈൻഡ് വെച്ചുകൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ മറ്റൊരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിലാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അതായത് മറ്റുള്ള വ്യക്തികൾ എന്താണോ അവരറിവ് നേടിയത്, അവരെന്താണോ അനുഭവിക്കുന്നത്, അവരെന്താണോ മനസ്സിലാക്കിയത്, അതുപോലെ തന്നെ നമ്മളിൽ അവർ കാണുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ നമ്മളൊരു യഥാർത്ഥത്തിൽ എന്താണോ അത് കണ്ടെത്താൻ കഴിയാതെ നമ്മുടെ മൈൻഡ് ഒരു സെറ്റായ പോലാണ്. ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സെറ്റായിട്ടുള്ള ആ മൈൻഡ് സെറ്റ് എന്ന് പറയും. ആ പറയുന്ന കണ്ടീഷൻഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമുക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസമാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഇല്യൂഷൻ അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിന് എതിരായിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്, അതായത് ഈ പറയുന്ന നമ്മുടെ സെൻസസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഇലൂഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ സെൻസസ് കൊണ്ട് മനസ്സിലാക്കുന്നത് മായയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എതിരായിട്ടൊരു പവറുണ്ട്. ആ പവറാണ് നമുക്ക് ആവശ്യമുള്ള. അതിനെയാണ് നമ്മൾ നമുക്ക് വിസ്ഡം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇഗ്നോറൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു 96% മലയാളികൾ ഇപ്പോഴും ആ പറയുന്ന മെട്രിക്സിൽ ട്രാപ്ഡായി കിടക്കുകയാണ്. അതായത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചുറ്റും കാണുന്നതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അജ്ഞതയുടെ പുറകെ പോകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ സോൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോൾ അല്ലേ? ആ സോളും ബോഡിയും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് പുറമേ കാണുന്നവ എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ ഈ പുറമേ ബോഡിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് പുറമേ എന്താണോ കാണുന്നത് ആ ബോഡിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ബോഡി നശിച്ചു പോകുന്നവയാണ്, നമ്മുടെ ശരീരം നശിച്ചു പോകുന്നവയാണ്, നമ്മുടെ ചുറ്റുപാടും ഉള്ളവയെല്ലാം നശിച്ചു പോകുന്നവയാണ്. അപ്പം നശിച്ചു പോകാത്തൊരു പവറുണ്ട്. ആ പവറിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പവർ എന്ന് പറയുന്ന ഒരു ഹയർ സെൽഫിൽ നിന്ന് വന്നിട്ടുള്ളൊരു പവറാണ്. ആ യൂണിവേഴ്സൽ സെൽഫിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പവർ നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മളിൽ എല്ലാവരിലും ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. ആ ഫ്ലോ സ്റ്റേറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നിടത്താണ് നമ്മുടെ അജ്ഞത മാറുന്നത്. അപ്പോൾ ഈ അജ്ഞത നമുക്ക് മാറണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ആരാണ്, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു, എൻ്റെ ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, നോ മൈ സെൽഫ് എന്നൊക്കെ പറയും. നമുക്ക് ദൈവത്തെ അന്വേഷിച്ചിറങ്ങാം, ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം, നമുക്ക് നമ്മളിലേക്ക് ചിന്തിക്കാം, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെ ചുരുക്കം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഭൂമിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന നമ്മുടെ എർത്ത് 1.0 നിന്ന് എർത്ത് 2.0 ഒരു പാരഡൈം ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ്. 2012 ശേഷം, ഒരു 12-13 കാലഘട്ടത്തിന് ശേഷം വലിയൊരു മാറ്റമാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ്? ജോലികൾ നഷ്ടപ്പെടുന്നു, ദാരിദ്ര്യം കൂടുന്നു, വിദ്വേഷം കൂടുന്നു, ആളുകൾ തമ്മിലുള്ള സ്പർദ്ധ കൂടുന്നു. എന്തുകൊണ്ടാണ്? ഈ അജ്ഞത മൂലമാണ്. അതായത് നമുക്ക് പലതിനോടുമുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ. നമുക്ക് ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ പറയുന്ന നമുക്ക് ഇതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം എനിക്ക് വേണം, ഇതിനെയെല്ലാം എനിക്ക് വേണം എന്നുള്ള ആ ഒരു അജ്ഞതയിൽ നിന്ന് നമുക്ക് എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന ഈഗോ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ പറഞ്ഞു 96% ഈ പറയുന്ന മലയാളികളെ സംബന്ധിച്ച് അവർക്ക് ചുറ്റുമുള്ളത് ഇലൂഷനാണ്, മായയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനോടെല്ലാം എന്താണ്, ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഉണ്ടാവുന്നത്. നമുക്ക് എന്തുകൊണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഒരു മരണം സംഭവിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഭയങ്കരയധികം സങ്കടവും വിഷമവും ഒക്കെ വരുന്നത്? കാരണം നമ്മൾ ഇതിനോടെല്ലാം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ വ്യക്തികളോട് അറ്റാച്ച്ഡ് ആണ്, നമുക്ക് വസ്തുവകളോട് അറ്റാച്ച്ഡ് ആണ്, നമുക്ക് സമ്പത്തിനോട് അറ്റാച്ച്ഡ് ആണ്. ഈ പറയുന്ന അറ്റാച്ച്മെൻറ്റ് നമുക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഇത് നമുക്ക് നഷ്ടപ്പെടുമല്ലോ, അത് നഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെടുവാണല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമുക്ക് ആ പറയുന്ന സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം ഈ മായ അല്ലെങ്കിൽ ഇലൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യണം. അതായത് ഇതിനപ്പുറത്തോട്ട് മറ്റൊന്നുണ്ട്, അതിനെ നമ്മൾ ബെറ്റർ ആക്കുമ്പോഴാണ്. നമ്മുടെ കൺട്രോളിൽ എന്താണ്, ഈ പുറമേ കാണുന്ന ഒരു കാര്യവും നമ്മുടെ കൺട്രോളിലില്ല. അപ്പം നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ നമ്മൾ മികച്ചതാക്കുമ്പോൾ എന്താണ്, ഈ പുറമേ ഉള്ള കാര്യങ്ങളും മികച്ചതായി മാറും. ഇത് മനസ്സിലാക്കിയ ആളുകൾ എന്താ ചെയ്യുന്നത്? അവരുടെ സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് എന്താണ്, ഈ പറയുന്ന കാലഘട്ടം അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ആർജിക്കേണ്ടതായിട്ടുള്ള സ്കിൽസാണുള്ളത് അതവർ മനസ്സിലാക്കിയെടുക്കുന്നു, അവരത് ആർജിച്ചെടുക്കും. അപ്പോൾ ഈ ഭൂമിയിലുള്ള ആ ഇലൂഷൻ അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എപ്രകാരമാണ് ഭൂമിയിലുള്ള കാര്യങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമുക്ക് സെപ്പറേറ്റ്നെസ് തോന്നുക, നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് എന്താണ് ഡിഫറൻ്റ് ആണ്, അവർ നമ്മുടേതല്ല. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യകുലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വൺ. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആ പറയുന്ന വൺനെസ്, അതിൻ്റെ ഭാഗമാണ് അതിനുള്ളിലുള്ളതെല്ലാം. പക്ഷേ അത് മനസ്സിലാക്കാതെ നമ്മൾ എന്താണ്, നമ്മുടെ ഈഗോ കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആ പറയുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ബോർഡർ നമ്മൾ തന്നെ ചുറ്റും ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മൾ തന്നെ എന്താണ്, ഒരു ബോർഡർ അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ട് നമ്മൾ ചുറ്റും ഉണ്ടാക്കി വെക്കുക അല്ലേ. യൂണിവേഴ്സ് എന്ന് പറയുന്നത് UNIVERSE അല്ലേ. അവിടെ നമ്മളെന്താണ്, YOU യൂണിവേഴ്സ്, ഞാൻ എന്ന് പറയുന്ന എൻ്റെ പ്രപഞ്ചം അല്ലേ. ആ വലിയ പ്രപഞ്ചത്തിനകത്ത് എന്താണ്, എൻ്റെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നൊരു മതിൽക്കെട്ട് ഉണ്ടാക്കിയ ശേഷം ഞാൻ ഇവിടുത്തെ ഒരു രാജാവാണെന്ന് പറഞ്ഞ് ഓരോരുത്തരും അഹങ്കരിക്കുവാണ്. അതുകൊണ്ടാണ് ഇനിയും വരുന്ന കാലഘട്ടത്തിൽ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊരു കാര്യമാണ്, അതായത് ഇറ്റ് ഈസ് ദ ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ്. അതായത് ലൈറ്റ് എന്ന് പറയാം, പ്രകാശത്തിൻ്റെ കാലഘട്ടമാണ്, ലൈറ്റിംഗ് സ്പീഡിൻ്റെ കാലഘട്ടമാണ്, വേഗതയുടെ കാലഘട്ടമാണ്. അപ്പം മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, വിസ്ഡം അക്വയർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ആ 96% കാറ്റഗറിയിൽ പെടുകയും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. നമ്മോടൊപ്പം തന്നെ നമ്മുടെ തലമുറകളും മാറ്റപ്പെടും. എപ്പോഴാണ് മാറ്റപ്പെടുന്നത്? ഈ പറയുന്ന ചുറ്റുപാടും കാണുന്ന എല്ലാം മായയാണെന്ന് മനസ്സിലാക്കിയിട്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ കഴിയും, എനിക്ക് എൻ്റെ ആ ജീവിതത്തിൻ്റെ കൺട്രോൾ ഞാൻ ഏറ്റെടുക്കണം, മറ്റുള്ളവരല്ല. നമ്മുടെ കൺട്രോൾ ആർക്കൊക്കെ കൊടുക്കുന്നത്? മതങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മതം നേതാക്കന്മാർക്ക് കൊടുക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുക്കുന്നു. സ്കൂൾ കോളേജ് പഠിക്കുമ്പോൾ എല്ലാം നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ. നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കണം. നമ്മളൊരു ഒരു ഓൺട്രപ്രനറായി മാറണം.
നമ്മളൊരു ഓൺട്രപ്രണറായി മാറുക. ആ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് എന്തുവാ? ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായി മാറുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ വി ആർ ടേക്കിംഗ് കൺട്രോൾ. നമ്മൾ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയാണ്, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയല്ല. അപ്പോൾ ഈ പറയുന്ന നമുക്ക് ആ ഇലൂഷൻ ഫീൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്? നമുക്ക് സംസ്ഥാനങ്ങളായിട്ട് തോന്നും, അല്ലെങ്കിൽ ബൗണ്ടറീസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ബോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്, രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ നിറങ്ങളുടെ പേരിൽ, അല്ലേ, കറുപ്പ് വെളുപ്പ് എന്നുള്ള നിറങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, ഈ മതത്തിൻ്റെ പേരിൽ, അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെറുതും വലുതും ആ പറയുന്ന ആ കോൺസെപ്റ്റ്, ഇതെല്ലാം എന്തുകൊണ്ടാണ്? നമ്മുടെ സെൻസ് വെച്ച് നമ്മൾ ഈ ഭൂമിയെ അല്ലെ ഭൂമിയിലുള്ള കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പം നമ്മൾ ഏത് വീക്ഷണത്തിലാണോ, എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതായി നമ്മൾ തീരും. നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അതായി നമ്മൾ തീരും. അപ്പം നമ്മളൊരു അന്വേഷകനായി മാറിയാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ ഇലൂഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഇലൂഷൻ ശാശ്വതമാണ്. ഈ ഇലൂഷനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ടേക്ക് ദ കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഇലൂഷനകത്ത് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യുക? എന്താണ് ഇലൂഷനിൽ കിടക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് സമ്പത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു. നമുക്ക് ഈ പറയുന്ന ചുറ്റുപാടുമുള്ള നമ്മുടെ കാറ്, വീട്, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ കുടുംബക്കാർ, ഇതിനോടെല്ലാം ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണ്. നമ്മളെന്താണ് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? നമ്മളിതെല്ലാം കൺസ്യൂം ചെയ്ത് പോവുക. നമ്മൾ തോണ്ടി നമ്മളൊരു കൺസ്യൂമർ ആയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ്? ബിഹൈൻഡ് ദ സ്ക്രീനിൽ മറ്റൊരു ബിസിനസ് നടക്കുമ്പോൾ നമ്മളെല്ലാം ആ ചുഴിക്കകത്ത് പെട്ടുകൊണ്ട് നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും ഇത് കൺസ്യൂം, ആ ഡിജിറ്റൽ കൺസംഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും മികച്ച കുറേ ദിവസങ്ങളും കുറേ വർഷങ്ങളും നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മൾ കളഞ്ഞുകൊണ്ട്, അതായത് ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട, അല്ലെ അവൻ്റെ ഒരു ഹയർ സെൽഫുണ്ട്, അല്ലെ ട്രൂ പൊട്ടൻഷ്യലുണ്ട്, ഒതൻറ്റിക് സെൽഫുണ്ട്, ഇതിലൊന്നും എത്തിച്ചേരാതെ എന്ത് ചെയ്യുവാണ്? ഈ പറയുന്ന കുടുങ്ങിക്കിടക്കുവാണ്, സ്ലേവറിയിൽ കുടുങ്ങിക്കിടക്കുക. അപ്പോൾ ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്താണ് ആ പറയുന്ന പോവേർട്ടി അല്ലെങ്കിൽ സ്കേഴ്സിറ്റി സംഭവിക്കുന്നത്? നമ്മൾ മറ്റു ചില കാര്യങ്ങളോട് അറ്റാച്ച്മെൻ്റ് ആണ് ഉണ്ടാവുന്നത്. നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും, നമുക്ക് പലതിനോട് നോ പറയാൻ കഴിയാറില്ല, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുവാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ അറിയാം, നിങ്ങൾ 2-3 മണിക്കൂർ ഉപയോഗിക്കുന്നെങ്കിൽ അന്തവും കൊന്തവും ഇല്ലാതുള്ള വീഡിയോസാണ് കാണുന്നത്. ഒരു ഫോക്കസ് ഇല്ല, കൃത്യമായിട്ട് നമുക്കൊരു ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് നമുക്ക് ഉള്ള കോണ്ടൻറ്റുകൾ തരുന്നത്? നിങ്ങൾ ഇന്നലെ വരെ എന്താണോ കണ്ടത് അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ, അല്ലേ? നമ്മൾ എന്ത് അന്വേഷിക്കുന്നോ അത് നമ്മളിലേക്ക് തിരിച്ചു തരും. ഇതും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്ന ഈ കോൺസെപ്റ്റിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മളിലേക്ക് വരും. അത് ശരിയോ തെറ്റോ, നമുക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് നമ്മളൊരു ചിന്തിക്കേണ്ടത്. ഈ മായ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്രകാരമാണ് അഫക്റ്റ് ചെയ്യുന്നത്? മായ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളൊരു ഫിക്സ്ഡ് സെൽഫിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്. അതായത് എന്നിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല, ഞാൻ എപ്പോഴും ഒരു സ്റ്റാറ്റിക്കാണ്, അല്ലേ? നമ്മുടെ ഒരു ചിന്തയാണ്. ശരിക്കും നമ്മൾ വളരുന്നുണ്ട്, നമ്മൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നമ്മളിൽ മാറ്റങ്ങൾ വരും. നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നതിന് കാരണം മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നില്ല. സ്കേഴ്സിറ്റി എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുവാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ഇല്ലാത്ത സ്വപ്നങ്ങൾ കെട്ടി ഉയർത്തുന്നു, നമ്മൾ കടം മേടിക്കുന്നു, ലോൺ എടുക്കുന്നു, നമ്മൾ വീട് വെക്കുന്നു, കടത്തിലാകുന്നു. അപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ മലയാളികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ് റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. അത് ചുറ്റുപാടും കാണുന്നവയിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫോൺ കോൾ വരുമ്പോൾ തന്നെ എന്താണ് ഡിജിറ്റൽ അറസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് മലയാളികൾ. നമ്മളൊരാൾ വിളിച്ച് നിങ്ങൾക്ക് ഇത്ര രൂപ സമ്പാദ്യമുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ ഇതിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമുണ്ടെന്ന് പറയുമ്പോഴേക്കും ഉള്ള സ്വത്തുക്കൾ മുഴുവൻ മാറ്റി കൊടുക്കുവാണ്. അത്രമാത്രം ഇഗ്നോറൻ്റ് ആണോ മലയാളികൾ? ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, വി ഹാവ് ടു ഡെവലപ്പ് വിസ്ഡം, വി ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി, വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഫ്രീഡം, ലിബർട്ടി. ആ സ്ലേവറിയിൽ നിന്ന്
ഒരു ക്ലാരിറ്റിയിലോട്ട് മാറുകയും ആ ക്ലാരിറ്റിയിൽ നിന്ന് മാസ്റ്ററിയിലോട്ട് മാറുകയും അവിടെ നിന്ന് ലിബേർട്ടിയിലോട്ടും വരണം. ഇതാണ് 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. അജ്ഞതയിൽ നിന്ന് അറിവിലേക്കുള്ള ഒരു യാത്രയാവണം നമ്മൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്നത്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്നേ ചിന്തയുണ്ടാവണം. വി ആർ ഗോയിങ് ടു ഡിസൈഡ് അവർ ഫ്യൂച്ചർ. ഈ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഹ്യൂമൻ ബീങ് അല്ലെ മനുഷ്യർ മാത്രം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചട്ടക്കൂടാണ്. സമയം എന്ന് പറയുന്നത് ഒന്നില്ല, സ്പേസ് എന്ന് പറയുന്നത് ഒന്നില്ല, ഞാനീ പറഞ്ഞ പോലെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഈ നിമിഷം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ദിവസങ്ങളായിട്ടും അല്ലെങ്കിൽ മണിക്കൂറായിട്ടും ഒക്കെ തോന്നുന്നത്? അത് മനുഷ്യൻ്റെ ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി ഒരു ക്രമീകരണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഫ്യൂച്ചർ എന്ന് പറയുന്ന, ഞാനീ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ, അതായത് അറിവും വിജ്ഞാനവും അല്ലെങ്കിൽ വിസ്ഡം നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരാണ് ഈ പറയുന്ന ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരൂടെ ചേർന്നാണ് ഈ ഭൂമിയിലുണ്ടാകുന്ന ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ദേ ആർ സെറ്റിംഗ് ദ ഫ്യൂച്ചർ. നമ്മളെല്ലാം എന്താണ്? നമ്മളെല്ലാം അതിന് അടിമകളാകുക. ആ അടിമത്തത്തിൽ നിന്ന് മോചിതനാവണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വി ഹാവ് ടു ഡെവലപ്പ് എ ക്ലാരിറ്റി അബൌട്ട് അവർ ലൈഫ്, എ ക്ലാരിറ്റി ഓർ പർപ്പസ് അബൌട്ട് അവർ ലൈഫ്. ഞാൻ ഈ ഭൂമിയിലെ എൻ്റെ വാസം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് മൈ ലൈഫ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു യാഥാർത്ഥ്യ ബോധം വേണ്ടേ? അതായത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി വി ആർ ആക്ച്വലി ഹിയർ ഫോർ ഹെൽപ്പിംഗ് അതേഴ്സ് ടു ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന് പറയും. വി ആർ ഹിയർ ഫോർ കമ്മ്യൂണിയൻ, വി ആർ ഹിയർ ഫോർ ഹാവിങ് എ കമ്മ്യൂണിറ്റി ലൈഫ്. അതിന് പകരമായിട്ട് നമ്മൾ ഓരോ തുരുത്തുകളിൽ ഇരിക്കുകയാണ്. എൻ്റെ സന്തോഷം, എൻ്റെ കുടുംബത്തിൻ്റെ മാത്രം സന്തോഷം. അപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ വളർച്ച എന്ന് പറയുന്നത് ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കാം? ആ നാടിന് കൂടുതൽ വികസനമുണ്ടാവാം. നമ്മൾ ഗവൺമെൻറ്റിനെ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ മത നേതാക്കന്മാരെ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇറങ്ങണം, നമ്മൾ സീക്കേഴ്സായി മാറണം, നമ്മൾ അന്വേഷകരായി മാറണം. എൻ്റെ കുഴപ്പങ്ങൾ എൻ്റെ മാത്രം കുഴപ്പങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് മനസ്സിലാക്കണം. നമുക്കെന്താണ് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ? നമ്മൾ ഡിസയറാണ്. നമുക്ക് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നു, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ ആ സ്ലേവറി മൈൻഡിലിരിക്കുകയാണ്. നമ്മൾ ആരുടെയോ മനസ്സിലെ ഒരു സ്ലേവ് ആയിട്ടിരിക്കുകയാണ്. അതാ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ മായ ഇലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ചുറ്റുപാടും കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് എത്ര കണ്ട് വളർച്ചയുണ്ടാക്കിയെടുക്കാൻ. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തിങ്ക് ലൈക്ക് എ ബിസിനസ് മാൻ, തിങ്ക് ലൈക്ക് എ ഓൺട്രപ്രനർ. നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ കാണാനും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന നമ്മുടെ ഏറ്റവും മികച്ച ലൈഫ് കണ്ടെത്താനാണ്, സന്തോഷം കണ്ടെത്താനാണ്, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലിബേർട്ടി കണ്ടെത്താനാണ്. അപ്പം ഈ പറയുന്ന ഇലൂഷൻ എന്ന് പറയുന്ന ചട്ടക്കൂടിൽ ഇരുന്നു കൊണ്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ടൂൾസ്, AI ഏജൻസ് ഉൾപ്പെടെയുള്ള മനുഷ്യരെ സഹായിക്കാനായിട്ട് മനുഷ്യൻ തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഇത് നമ്മുടെ തൊഴിലുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എഫിഷ്യൻ്റ് ആവണം. നമുക്ക് റിസൾട്ടുകൾ വേണ്ടേ? നമ്മുടെ ഈ ഭൂമിയുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എർത്ത് 2.0 കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം. അത് മനുഷ്യരെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന തൊഴിലുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ആ ഇലൂഷൻ എന്ന് പറയുന്നത്, അതായത് ഞാനിപ്പം എനിക്ക് ചുറ്റുപാടും കാണുന്നത് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥായിയാണെന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഇരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? സ്ഥാനചലനങ്ങൾ ഉണ്ടാവാം, തൊഴിലുകൾ നഷ്ടപ്പെടാം. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി കാണണ്ടേ? അപ്പോൾ ഇനി ഭാവിയിലെ തൊഴിലുകൾ എന്ന് പറയുന്നത് സ്ഥായിയായിട്ടുള്ള തൊഴിലുകളില്ല. സ്കില്ലിംഗ്, അപ്സ്കില്ലിംഗ് എന്ന് പറയും.
നമ്മുടെ ഏത് തൊഴിൽ മേഖലയിലും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനിയും അതൊരു ഇല്യൂഷനായി മാറും. അതിന് യാതൊരു സംശയമില്ല. കാരണം ഈ പറയുന്ന സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾ ഏത് മേഖലയിലാണോ തൊഴിലിന് പോകുന്നത് അവിടെ ഇവരെ കൊണ്ട് അതിനുള്ള കഴിവില്ല. സ്കിൽസ് പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് കുറേ പുസ്തകപ്പുഴുക്കളാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവനും ഏകദേശം അവരുടെ ഒരു 20-22 വർഷത്തോളം ഏറ്റവും മികച്ച സമയമാണ്. അതായത് 100-150 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ച ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഒരു മാറ്റവുമില്ല. പുസ്തകം വിറ്റുപോകാനാണോ എന്ന് എനിക്കറിയില്ല. അതല്ല ടീച്ചർമാരെ നിലനിർത്താനാണോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ തലമുറകളെ നശിപ്പിക്കുകയാണ്. നമ്മുടെ തലമുറകൾക്ക് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കണം. അവരെ പഠിപ്പിക്കണം. അവർക്ക് ഈ പറയുന്ന ഞാനീ പറഞ്ഞ ആ മായ എന്ന് പറയുന്ന ആ അജ്ഞത മാറിക്കൊണ്ട് വെളിച്ചത്തിലോട്ട് വരണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരണം. ആ പ്രകാശം, ആ സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പറയുന്ന മായ അല്ലെ ഇല്യൂഷൻ, ദ വെയിലിംഗ് പവർ ഓഫ് ദ യൂണിവേഴ്സ് അതിശക്തമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് എത്രത്തോളം ഉയരാൻ കഴിയുന്നോ സമൂഹത്തെ സേവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സമൂഹത്തെ സേവിക്കും. ഐ ആം ഫോർ ദ സൊസൈറ്റി. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ടോപ്പിക്ക് മൈ വിഷൻ ബോർഡ് 2013 സെയിൽ, ഇത് ഞാൻ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ ടോപ്പിക്ക് റിവീൽ ചെയ്യുന്നതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റാണ് ഞാനിപ്പം പറഞ്ഞു വെച്ചത്. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ മലയാളി സമൂഹമാണ്. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഒരു 5 വർഷം 2025 മുതൽ 2030 വരെയുള്ള 5 വർഷത്തെ കാലഘട്ടത്തിലേക്കുള്ള എൻ്റെ വിഷൻ ബോർഡ് ഞാൻ തുറക്കാനായിട്ട് പോവുക. എന്താണ് എൻ്റെ വിഷൻ? 2030ലേക്കുള്ള എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഓരോ മലയാളി അവരുടെ ജീവിതത്തിലെടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങളിൽ എനിക്കും കൂടി പങ്കാളിത്തം ഉണ്ടാവണം. ഇപ്പം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അവരുടെ ലൈഫിൽ എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങളിൽ ഞാനും കൂടെ പങ്കാളിയാകുവാണ്. ദാറ്റ് ഈസ് മൈ വിഷൻ ആൻഡ് ദാറ്റ് ഈസ് മൈ വിഷൻ ഓഫ് 2030. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി സമൂഹത്തിലെ 2 കാറ്റഗറി ഓഫ് ആൾക്കാരെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതായത് ആ സ്ലേവറി കോൺസെപ്റ്റിൽ നിന്ന് ഒരു ക്ലാരിറ്റിയിലോട്ട് വന്ന ശേഷം അതിൽ നിന്ന് മാസ്റ്ററി ആൻഡ് ലിബർട്ടി, ഈ 4 സ്റ്റേജിലുള്ള ആളുകളിൽ ഒരു 2 കാറ്റഗറി ഓഫ് ആളുകളെ കുറിച്ച് ഞാൻ പറയാം. ദേ ആർ കോൾഡ് അവതാർ ഹ്യൂമൻ ആൻഡ് കോസ്മിക് ഹ്യൂമൻ. ലോകത്തിലെ മലയാളി സമൂഹത്തിൽ ഒരു 4% അവതാർ ഹ്യൂമൻ ഒളിച്ചിരിപ്പുണ്ട്. 0.01% കോസ്മിക് ഹ്യൂമൻ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ എന്ന് പറയുന്നത്. 2030 വരെയുള്ള എൻ്റെ മിഷൻ എന്ന് പറയുന്നത് കോസ്മിക് ഹ്യൂമൻ ആൻഡ് അവതാർ ഹ്യൂമൻ, ഈ 2 കാറ്റഗറി ഓഫ് ആളുകളെ വളർത്തിയെടുക്കുക, അവരിൽ ജ്ഞാനമുണ്ടാക്കിയെടുക്കുക, അവരിൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് മാസ്റ്ററി ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് എന്താണ് ലിബർട്ടി ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ മലയാളി സമൂഹത്തിലെ 2 കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് ഞാൻ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അവതാർ ഹ്യൂമൻ. അവതാർ ഇത് 4% ഉണ്ട്. മലയാളികളിൽ 4% അവതാർ ഹ്യൂമൻസ് ഉണ്ട്. മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ കോസ്മിക് ഹ്യൂമൻ എന്ന് പറയും. അത് 0.01%. അതായത് അവതാർ ഹ്യൂമൻ എന്ന് പറയുന്ന 4%, കോസ്മിക് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ 0.01% മലയാളികളുണ്ട്. അപ്പോൾ ഇതിൽ എത്ര പേരെയാണ് ഞാൻ ട്രെയിനിങ്ങിലേക്ക് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പേർക്കാണ് ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് കൊടുക്കുന്നത്? അതായത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളാണ്. ഞാൻ പറഞ്ഞ 5 വർഷത്തേക്കുള്ളൊരു വിഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന അവതാർ ആൻഡ് കോസ്മിക് 3999 ആളുകളെയാണ്. 3999 ആളുകളെയാണ്. ഇത് 3 കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. എന്തൊക്കെയാണ്? സെയിൽസ് മാൻമാർ, അതായത് 3999 എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് നമ്പറാണ്. അതിൽ സെയിൽസ്മാൻമാർ ഒരു കാറ്റഗറി ഉണ്ടാവും,
രണ്ടാമത് കോച്ചിങ്. അതായത് കോച്ചിങ്ങിലൊക്കെ, അതായത് ഏറ്റവും അധികം ട്രെൻഡ് സെറ്റോടുകൂടി ഇപ്പം കടന്നു വരുന്നൊരു മേഖല എന്ന് പറയുന്നത് ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് ആണ്. അപ്പോൾ അതിലേക്കും ഈ പറയുന്ന നമ്പർ ഓഫ് ആളുകളെ ആഡ് ചെയ്യും 5 വർഷത്തേക്ക്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓൺട്രപ്രനർ. അല്ലെങ്കിൽ വ്യവസായികൾ. ഈ പറയുന്ന 3 കാറ്റഗറിയിലോട്ട് ഈ പറയുന്ന ഐ വിൽ ബി ജസ്റ്റ് ആഡിങ് അറൌണ്ട് 12,000 പീപ്പിൾ. ഏകദേശം 12,000 ആളുകളെയാണ് ഈ പറയുന്ന കാറ്റഗറിയിലോട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 5 വർഷം കൊണ്ട് വിൽ ബി ഹാവിങ് എ ഗ്രൂപ്പ് ഓർ എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഓഫ് അറൌണ്ട് 12,000 പീപ്പിൾ 5 വർഷത്തേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സെയിൽസ് പേഴ്സണാലിറ്റീസ് വേണ്ടത്? ഏറ്റവും അധികം ആളുകൾക്ക് സർവീസ് കൊടുക്കുവാനായിട്ട് പാകപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന സെയിൽസ് പേഴ്സണാലിറ്റീസാണ്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവരാ പറയുന്ന ചീപ്പ് സെയിൽസ് കോൺസെപ്റ്റിൽ നിന്ന് ഏറ്റവും അധികം മികച്ച സെയിൽസ്മാൻമാരിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. അവരിൽ എന്താണ്? ആ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് ആ മാസ്റ്ററി ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് സ്കിൽ സെറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു. നെഗോഷിയേഷൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉൾപ്പെടെയുള്ള 16-18 ടൈപ്പ് ഓഫ് സ്കിൽസുകളുണ്ട്. ക്രിയേറ്റിവിറ്റി ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. എന്തൊക്കെ സ്കില്ലുകളാണ് ഒരു സെയിൽസ്മാൻ ആവശ്യമുള്ളത് അതെല്ലാം അവരിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോച്ചിങ് മേഖലയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് മെൻറ്ററിങ്. മൂന്ന് വിഭാഗങ്ങളാണ്. ഈ 3 വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് വളരുവാനുള്ള സാഹചര്യമുണ്ട്. ഓരോ കാറ്റഗറിയാണ്, ഓരോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോച്ചസ് ആണ്. അപ്പം നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് വളരുവാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എവിടെയാണ്, നിങ്ങളെ ആ ഫ്ലോ സ്റ്റേറ്റ് കണ്ടെത്താൻ സഹായിക്കുന്നു, നിങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിറ്റി ആക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രനേഴ്സാണ്. ആരാ ഓൺട്രപ്രനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായികളാണ്. സ്വന്തം ലൈഫ് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള മുന്നോട്ട് വരുന്ന ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ. അപ്പം മൊത്തം ഞാൻ പറഞ്ഞത് 5 വർഷത്തിനുള്ളിൽ 12,000 ആളുകളെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരു വലിയ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് ഇലൂഷൻ. പണമെന്ന് പറയുന്നത് ഒരു ഇലൂഷനാണ്. മണി ഈസ് ആൻ ഇലൂഷൻ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണക്കാരൻ ഇപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പണത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. ഇറ്റ് ഈസ് എ ഇലൂഷൻ. നമുക്കെവിടെയാണ് പണമെന്ന് പറയുന്ന ആ ഒരു എനർജി കിട്ടുന്നത്? ഇറ്റ് ഈസ് എ സ്പിരിച്വൽ എനർജി. ആ എനർജി നമ്മൾ വാല്യൂ കൊടുക്കുമ്പോഴാണ്, പണത്തിന് മുമ്പ് ഒരു മൂല്യം കൊടുക്കുന്നതിന് ഫലമായിട്ടാണ് എന്ത് പറ്റുന്നത്? നമുക്ക് മണി കിട്ടുന്നത്. 3 കാറ്റഗറി ഓഫ് ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് സെയിൽസ് പേഴ്സണാലിറ്റീസ് ആണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കൂട്ടം സെയിൽസ് പേഴ്സണാലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോച്ചിങ് മേഖലയാണ്. മെൻറ്ററിങ്, ട്രെയിനിങ് ആൻഡ് കോച്ചിങ് മേഖലയിൽ ഓരോ ടൈപ്പ് ഓഫ് കോച്ചസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, പ്രോബബിലിറ്റീസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞ് എൻ്റർപ്രനേഴ്സ് ആണ്. നമ്മുടെ സമൂഹത്തിന് സേവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ മലയാളികളായിട്ടുള്ള, നമ്മുടെ കേരളത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ തയ്യാറായിട്ടുള്ള, ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം മലയാളികളെയാണ് വാർത്തെടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന മാസങ്ങളിൽ അപ്ഡേറ്റ്സ് ഞാൻ തന്നുകൊണ്ടിരിക്കാം. നമുക്ക് ഒന്നു ചേരാം, നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കാം. മറ്റൊരു ക്ലാസ്സിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.